അൻവറിന് അടുത്ത പ്രഹരം പത്രിക തള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് അടുത്ത പ്രഹരം ലഭിച്ചിരിക്കുകയാണ്. വർണ്ണാധികാരി വക ജനങ്ങൾ എഴുതിത്തള്ളിയ PV അൻവറിന്റെ തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള പത്രിക വർണ്ണാധികാരി തള്ളി. അൻവറിന് ഇനി വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. TMC സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വർണ്ണാധികാരി അറിയിച്ചു. TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പിടണമായിരുന്നു. അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുവാൻ 10 പേർ പോലും തികച്ചില്ലാത്ത അൻവറാണ് വെല്ലുവിളി ഉയർത്തി മത്സരിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നോർക്കണം. ഇതോടെ തുടക്കം തന്നെ പാളിയിരിക്കുകയാണ്. കൊടും ക്രിമിനലും സർവോപരി സാമൂഹിക വിപത്തുമായ ഈ സാമൂഹിക വിരുദ്ധന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എങ്ങനെ അനുമതി ലഭിച്ചു എന്നതാണ് അത്ഭുതം. അൻവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം, പാലക്കാട്, തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കേസുകളുണ്ട്. ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും നിരവധി കേസുകളുണ്ട്. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണം, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ, ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തുക, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ED കേസ്, മിച്ചഭൂമി നിയമപ്രകാരം അനധികൃതമായി ഏക്കർ കണക്കിന് ഭൂമി കൈവശം വച്ചിരിക്കുന്നതായുള്ള കേസ്, പാരിസ്ഥിതിക ദുർബല പ്രദേശമായ കക്കാടംപൊയിലിൽ അനധികൃത നിർമ്മാണം നടത്തുന്നതിനായുള്ള കേസ്, ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ, പ്രകോപനപരമായ പ്രസംഗം നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ നിരവധി കേസുകളുണ്ട് അൻവറിന്റെ പേരിൽ. ഇതിനെല്ലാം പുറമെ മനാഫ് വധക്കേസിൽ വിട്ടയച്ചതിനെതിരെ മനാഫിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അടിമുടി ദുരൂഹതയുള്ള ഈ കൊടും ക്രിമിനലിന്റെ യഥാർത്ഥ കച്ചവടം എന്താണെന്ന് ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. രാജ്യാന്തര സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ കണ്ണിയാണ് അൻവർ എന്ന ആരോപണത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അൻവറിന്റെ സ്വർണം പൊട്ടിച്ച കേസിലാണ് അൻവർ തുറന്ന യുദ്ധവുമായി രംഗത്തിറങ്ങിയത് എന്ന ആരോപണവും ശക്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച PV അൻവറിന്റെ ആകെ സ്വത്ത് മൂല്യം 52.21 കോടി രൂപയാണ്. ഇതിന്റെ 100 മടങ്ങ് വരും ഇയാളുടെ യഥാർത്ഥ ആസ്തി മൂല്യം എന്നാണ് വിവരം. ബാധിക പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 20.60 കോടി രൂപയും അൻവറിനെതിരെ നിലവിൽ 10 കേസുകളുമുണ്ട് എന്നാണ് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൈവശം 25,000 രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ 16.14 കോടി രൂപയും ഭൂമിയും വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം 34.07 കോടി രൂപ, ഒരു ഭാര്യയുടെ പേരിൽ ആകെ 8.76 കോടി രൂപയുടെ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ 3.50 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളുമുണ്ട്. ജീവിത പങ്കാളികളുടെ തൊഴിലെന്ത് എന്ന ചോദ്യത്തിന് സ്വസ്ഥം ഗൃഹഭരണം എന്നതാണ് അൻവറിന്റെ ഉത്തരം. സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭമെന്നും വരുമാന സ്രോതസ് കച്ചവടമെന്നുമാണ് മറുപടി. എന്ത് കച്ചവടമാണെന്നാണ് അന്വേഷണം വേണ്ടത്. ഉണ്ടായിരുന്ന MLA സ്ഥാനവും രാജിവെച്ച് നിലമ്പൂർ ജനതയെ വഞ്ചിച്ച് ഖജനാവിന് കോടികൾ ബാധ്യതയുണ്ടാക്കിയ ഈ സാമൂഹ്യ വിരുദ്ധൻ വീണ്ടും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വോട്ട് ചോദിച്ച് നിലമ്പൂരിൽ ഇറങ്ങിയാൽ ജനങ്ങൾ ചാണകത്തിൽ ചൂലുമുക്കി അടിക്കും എന്നാണ് സഹികെട്ട നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നത്. അൻവറിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് പൊളിഞ്ഞതിനാൽ കലിപൂണ്ട് മാത്രമാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ഈ സാമൂഹ്യ വിപത്തിന് ഇനി ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത മറുപടി കൊടുക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരായതുകൊണ്ടല്ലേ വർഗീയ കാർഡുകളൊക്കെ വീണ്ടും കബളിപ്പിക്കുവാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രമല്ലേ ഇയാൾ വീണ്ടും പത്രിക സമർപ്പിക്കുവാൻ ധൈര്യം കാട്ടിയത്? ജനങ്ങൾ ചിന്തിക്കുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.